ഗുരുവായൂർ അമ്പലത്തിൽ നേരത്തെ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും റീൽസ് ചിത്രീകരണം നടത്തിയ ചിത്രകാരിയായ ജസ്ന സലീം വലിയ വിമർശനങ്ങളാണ് നേരിട്ടത്. അതിനെ തുടർന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ച ജസ്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടിരുന്നു. ഞരമ്പ് മുറിച്ച് കയ്യിൽ നിന്നും ചോര ഒലിക്കുന്നതും ആ വീഡിയോയിൽ കാണാമായിരുന്നു. പിന്നീട് കഴിഞ്ഞ നവംബറിൽ പുതിയ ഒരു വീഡിയോയുമായി ജസ്ന എത്തിയിരുന്നു. താൻ കണ്ണനെ വരച്ച് ഉപജീവനം നടത്തുന്ന ഒരു യുവതിയാണെന്നും മുസ്ലിം സ്ത്രീയെന്ന് തന്നെ വിളിക്കരുതെന്നും ഇപ്പോൾ ആ മതത്തിലല്ലെന്നും ജസ്ന പറഞ്ഞിരുന്നു. ഇനി തന്നെ ഉപദ്രവിക്കരുതെന്നും എന്തിനാണ് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നതെന്നും കൂടി ജസ്ന ചോദിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിൽ കലാപശ്രമം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് അന്ന് കേസെടുത്തത്. കിഴക്കേനടയിൽ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി ദൃശ്യങ്ങളെടുത്ത് പ്രചരിപ്പിച്ചെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. പിന്നീട് ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് കിഴക്കേ നടപ്പുരയിലെ ഭണ്ഡാരത്തിന് മുകളിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് മാല അണിയിച്ച് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനും കേസെടുത്തു. മുൻപ് കണ്ണന്റെ പിറന്നാളായ അഷ്ടമിരോഹിണി ദിവസം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും വിവാദമായിരുന്നു. പിന്നെയും ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടയിൽ റീൽസ് ഷൂട്ട് ചെയ്തതിന് ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ പോലീസ് കേസെടുത്തിരുന്നു. ഇപ്പോൾ ഹിന്ദുക്കളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ജസ്നയെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ജസ്ന സലീം എന്ന ഒരു മുസ്ലിം ജിഹാദി സ്ത്രീ കുറെ നാളായി ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറി വീഡിയോ ഷൂട്ട് നടത്തി ഈ രാജ്യത്തെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ആചാരലംഘനം നടത്തി ഹിന്ദു സമാജത്തെയും വിശ്വാസങ്ങളെയും വെല്ലുവിളിക്കുന്നു. ഇതുവരെ ഗുരുവായൂരായിരുന്നു ഈ സ്ത്രീയുടെ വിളനിലം. ഞാൻ കേസ് കൊടുത്ത് കോടതി ക്ഷേത്രപരിസരത്ത് കയറിയുള്ള അഭ്യാസങ്ങൾ വിലക്കിയപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിൽ കയറിയായി ഇവരുടെ വിളയാട്ടം. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കയറി തിരുനടയുടെ തൊട്ടു മുമ്പിലുള്ള ദീപസ്തംഭത്തിന് മുമ്പിൽ വെച്ച് വീഡിയോ ഷൂട്ട് നടത്താനുള്ള ധൈര്യം ഈ ജിഹാദിക്കുണ്ടായിരിക്കുന്നു. ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ജിഹാദി ആക്രമണ ഭീഷണി നേരിടുന്ന സമയത്താണ് ഈ ജിഹാദി ക്ഷേത്രങ്ങൾക്കുള്ളിൽ കടന്ന് ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത്. ഈ തന്തയില്ലായ്മ നിർത്തിച്ചേ പറ്റൂ. കണ്ട അഭിസാരികൾക്ക് കയറി നിരങ്ങാനുള്ളതല്ല ഹിന്ദു ക്ഷേത്രങ്ങൾ. ഈ അഭ്യാസം നിയമപരമായി നിർത്തിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ. എന്തായാലും അധികം വൈകാതെ ഇവൾ സ്വാഭിമാന ഹൈന്ദവ വിശ്വാസികളുടെ കൈയുടെ ചൂട് നല്ലതുപോലെ അറിയാൻ സാധ്യതയുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറി ഇത്തരം തെമ്മാടിത്തരങ്ങൾ തുടർന്നാൽ ക്ഷേത്രങ്ങളിൽ കയറി അഴിഞ്ഞാടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഹിന്ദു സമാജത്തിലെ ചുണക്കുട്ടികൾ ഇവരുടെ വീട്ടിൽ കയറി അറിയിക്കുന്ന ചടങ്ങ് വേണ്ടി വന്നേക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നും കൂടെ ഒരു മുന്നറിയിപ്പ് നൽകിയാണ് വക്കീൽ കൃഷ്ണരാജ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ വക്കീലിൻ്റെ ആ പോസ്റ്റിൽ തന്നെ പല ഹിന്ദുക്കളും പറയുന്നത് അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവിടെ വരുന്നതിൽ കുഴപ്പമില്ല എന്നാണ്. ഈ പെൺകുട്ടി എന്നല്ല ആര് തന്നെ ആയാലും അവർക്ക് ആ ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ വരട്ടെ. നിങ്ങൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്? പണ്ട് ക്ഷേത്രത്തിനകത്ത് കയറിയാലേ ശ്രീകോവിൽ കാണുവാൻ പറ്റൂ. ഇന്ന് ഡ്രോൺ ക്യാമറ വെച്ച് പടം പിടിക്കുന്നുണ്ട്. ആനയ്ക്ക് കയറാം, കാക്കയ്ക്ക് കയറാം, സകലമാന ജന്തുക്കൾക്കും കയറാം. പിന്നെന്താ ഈ കുട്ടിക്ക് കയറിയാൽ എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. ആക്രമിക്കും, തല്ലും, ഇല്ലാതാക്കും എന്നൊക്കെ വക്കീൽ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല. എന്നാൽ ഈ ജസ്ന സലീമും ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പാലിക്കേണ്ട ചില മിനിമം മര്യാദകളുണ്ട്. ക്ഷേത്രങ്ങൾ എന്നത് ഭക്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടങ്ങളാണ്. അവിടെ ഇത്തരം റീച്ച് കിട്ടാനുള്ള പ്രകടനങ്ങൾ നടത്തുന്നത് ഒട്ടും ശരിയല്ല താനും. ക്യാമറയില്ലാതെ ജസ്നക്ക് അമ്പലങ്ങളിൽ വരാൻ കഴിയില്ല. ഈ അമ്പലങ്ങളിൽ വരുന്നത് റീൽസാക്കി ഇട്ടില്ലെങ്കിൽ കൃഷ്ണഭക്തി നഷ്ടമാകുമെന്ന് ജസ്നക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇത്തരം ഷോകൾ നിയമം കയ്യിലെടുക്കാതെ തന്നെ തടയേണ്ടതാണ്. വിശ്വാസ സംരക്ഷണം എല്ലാ മതക്കാർക്കും പ്രധാനമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ അടിച്ചോടിക്കൽ ഒന്നുമല്ല വേണ്ടത്. വീഡിയോ ഷൂട്ട് ചെയ്ത് വൈറലാക്കാൻ വരുന്നവരെ ക്ഷേത്രം ജീവനക്കാരോ സെക്യൂരിറ്റിയോ മാന്യമായി കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി വിടണം. വക്കീൽ പതിവ് പോലെ അല്പം ഹൈന്ദവ സ്നേഹം കൂട്ടിപ്പറഞ്ഞതാണ്. അത് കേട്ട് ആരും അതിക്രമത്തിലൊന്നും ചാടി പുറപ്പെടരുത്.